എൻ്റെ വാപ്പ വലിയൊരു സംഭവമാണത്. എൻ്റെ ഉമ്മ വലിയൊരു സംഗതിയാണ്. അത് വാപ്പ മരിച്ചാലും വാപ്പ വാപ്പന്നെ ആവണം, ഉമ്മ മരിച്ചാലും ഉമ്മ ഉമ്മന്നെ ആവണം. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും, ഒന്നിച്ചിങ്ങനെ ചായയും കഞ്ഞൊക്കെ കുടിക്കുകയോ ചെയ്താൽ ഇപ്പോൾ പേരക്കുട്ടികൾക്ക് എന്താ തോന്നുക? ഏത് പേരക്കുട്ടിക്ക് അവിടെ അറിയാത്തത് വല്ലിപ്പ വല്യമ്മാനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്? എല്ലാ പേരക്കുട്ടിക്കും അറിയും വല്ലിപ്പ പണ്ട് പുതിയാപ്പിളയായിരുന്നു, വല്യമ്മ പണ്ട് മണവാട്ടിയായിരുന്നു, ഇപ്പോൾ വയസ്സായപ്പോൾ എല്ലും തോലും ആയതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഏത് പേരക്കുട്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്? മരിച്ചോളം ഒരു കട്ടിലുമ കിടക്കണം, മരിച്ചോളം ഒരു വിരിപ്പ് ഇരിക്കണം, മരിച്ചോളം ഒരു പുതപ്പിൽ വെക്കണം, മരിച്ചോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പറ്റോ? ഇത് നാളെ സ്വർഗത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇത് ഇവിടുന്ന് അവസാനിക്കാനുള്ള ഒന്നല്ല, ഇത് സ്വർഗത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ട്. അതേ ഭർത്താവാണ് അവിടെ. സൂറത്തു യാസീനിലുണ്ട്, സൂറത്തു യാസീനിലുണ്ട്. ഇവിടുത്തെ അതേ ഭാര്യയാണ് അവിടെ, ഇവിടുത്തെ അതേ ഭർത്താവ് തന്നെയാണ് അവിടെ. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവർ, വഅസ്വാജും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും എല്ലാവരും മരിക്കും. മരണത്തിന് വേദന ഉണ്ടാവും. മരണത്തിൻ്റെ വേദന ആ വേദനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അറിയുക. പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്ക് വേദനയാകുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിരിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പായയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിൻ്റെ വേദനയുണ്ടെന്ന് സാഹചര്യങ്ങളെ കൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നെന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എല്ലാവരും മരിക്കും, ഖബറിലെത്തും, എല്ലാവർക്കും ഹിസാബ് ഉണ്ടാവും, എല്ലാവർക്കും നന്മൻ്റെ ഏട് കിട്ടും, എല്ലാവർക്കും തിന്മൻ്റെ ഏട് കിട്ടും. നന്മ മുൻതൂക്കമായവർക്ക് അവരുടെ ഏട് മുൻവശത്തു കൂടെ വലത്തെ കയ്യിലാണ് കൊടുക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഒരു ചെറിയ വിചാരണ ഉണ്ടാവും. ഒന്നിങ്ങനെ പേജൊക്കെ മറിച്ചിട്ട് ജല്ലേ എന്നാ പെയ്ക്കും, ചെറിയൊരു വിചാരണ. നന്മ മുൻതൂക്കമായ ആളോ അവൻ്റെ ഏട് കിട്ടിയാൽ ആ ഏട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കട്ടെ എൻ്റെ ഏട്, എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തിന്മ മുൻതൂക്കമായ ആളോ അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി ഫസൗഫ യദൂ സുബൂറൻ വയസ്ലാ സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. തിന്മ മുൻതൂക്കമായ ആൾക്കാർക്ക് പിൻവശത്തൂടെ ഇടത് കൈയിൽ ഏട് കിട്ടിയാലേ ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ കക്ഷത്തിൽ വെച്ചു. മാലി ഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. മാലി ഹാദിൽ കിതാബി, ഏടിനെന്ത് പറ്റി? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. വലുതും ചെറുതുമായ ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആർക്കും കാണിച്ചു കൊടുക്കാതെ അവൻ്റെ ഏട് കക്ഷത്തിൽ വെക്കും. അന്നാണ് വായകൾക്ക് സീല് വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാല് സാക്ഷി നിൽക്കുന്നതും. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും റബ്ബേ ചതിച്ചല്ലോ എന്നെ
ഹുബേ പൊറുക്കുമോ ഇന്നേ തേങ്ങിക്കരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. എല്ലാവരും നെട്ടോട്ടോടും. ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ വെക്കുമ്പോൾ അള്ളാഹു കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇന്നഹു കാനഫി അഹ്ലിഹി മസ്റൂറ, അവനെ പരിഹസിച്ചതാണത്. ഓനും അവൻ്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്, നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ്. സ്വർഗത്തിൽ ഒറ്റക്ക് പോക്കില്ല, സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോണത്. വൽഫജിറിൻ്റെ അവസാനമുണ്ട്, വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ടാണ്. സ്വർഗത്തേക്ക് പോണ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ? സ്വർഗത്തിൽ പോവാം. നരകത്ത് പോണ കൂട്ടത്തിൽ പെട്ടാലോ നരകത്തിലായിരിക്കും. അതുകൊണ്ട് മക്കള്, ഭാര്യ ഒക്കെ സ്വർഗാവകാശികളായിരിക്കണം. എന്നാലേ ഞമ്മക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. എന്നാലേ ഞമ്മക്കത് ബാക്കി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. മുഅ്മിനീങ്ങളെ, ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാം. എൻ്റെ കുട്ടി മുത്തഖിയാവണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ടാവും? എൻ്റെ കുട്ടി എൻജിനീയർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, വക്കീലാവണമെന്ന് ആഗ്രഹിക്കും, കലക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, ഓന് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബ്രാഹിം നബി ആഗ്രഹിച്ചു എൻ്റെ കുട്ടി മുത്തഖിയാവണമെന്ന്. നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കല്യാണത്തെക്കുറിച്ച് സൂറത്തുർ റൂമിൽ പറഞ്ഞ ആയത്തിൽ 2 തവണ തഖ്വയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, 2 തവണ മുത്തഖീങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. നിക്കാഹിൻ്റെ സദസ്സിൽ നമ്മൾ ചെന്നാല് ഇമാം ഓതുന്ന ഖുത്ബയിൽ പറയുന്ന ഹദീസിൽ തഖ്വയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. മൻ തസവജ ബിംറഅത്തിൻ ഫഖദ അഹറസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ബിസുലുസിൽ ബാഖി. മനുഷ്യൻ കേട്ട് 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 ആവർത്തന വിരസത നഷ്ടപ്പെട്ട, ആവർത്തന വിരസത ഇല്ലാതെയായ വിഷയമാണ് യാ അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. നമ്മളിൽ എത്ര പേര് എൻ്റെ ഭാര്യ മുത്തഖിയാവണം, എൻ്റെ ഭർത്താവ് മുത്തഖിയാവണം, എൻ്റെ മക്കൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബിലന, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ, കണ്ണിന് നനവ് നൽകണേ റബ്ബേ. ഇബ്രാഹിം നബി തുറന്നു. എന്താണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിൻ്റെ നനവ്? എന്താണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിൻ്റെ നനവ്? എന്താ മക്കളിൽ നിന്നുള്ള കണ്ണിൻ്റെ നനവ്? റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ണിൻ്റെ നനവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ വൈകുന്നേരം അങ്ങാടി പോയിട്ട് മടങ്ങി ഇങ്ങനെ വരികയാണ് പെരേക്ക്. അപ്പോൾ ഭാര്യ ഇങ്ങനെ നിസ്കരിക്കണത് കണ്ടു. അതാണ് കണ്ടേക്കിന് കണ്ണിന്ന് കണ്ണീരിന് വന്നു. അതാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിൻ്റെ നനവ്. ഭാര്യ രാത്രി ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. മുഅ്മിനീങ്ങളെ, ഒരു ഭർത്താവിൻ്റെ, ഒരു ഭാര്യയുടെ ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ നാളെ മഹ്ശറിൽ കാണാതിരിക്കേണ്ടി വരുന്നത് 50,000 വർഷമാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു വക്ത് നിസ്കാരത്തിൻ്റെ മേൽ കാണാതിരിക്കേണ്ടത് 50,000 വർഷമാണ്. അതിലാണ് നമുക്ക് സങ്കടം വേണ്ടത്.
അതിലാ സങ്കടം വേണ്ടത്. ഈ പഠിച്ചോനെ ഇത് സ്വർഗത്തിൽ കണ്ട് എത്തൂലെന്നുള്ളതിലാ ബേജാറ് വേണ്ടത്. അണ്ട് എത്തിയ കഴിച്ചിലായി. ഇത് അങ്ങോട്ട് എത്താനുള്ളതാണ്, ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് എന്ന് ആദ്യം നമുക്ക് തോന്നണം, എന്നാലുള്ളൂ നടക്കുക. ഇതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ആദം വല്ലിപ്പോൾ തുടങ്ങിയതാണ്. ഇനി സ്വർഗത്തിൽ ഇനി കല്യാണമുണ്ട്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്കളെ ചെറുക്കല്ല. നാളെ സ്വർഗത്തിലെ കല്യാണം, ത്വാഹ തങ്ങളെ തൃക്കല്യാണം. എല്ലാ കല്യാണങ്ങളും സ്വർഗത്തിൽ ഇനി ഒന്നുകൂടി ആവർത്തിക്കും. പ്രസിദ്ധമായ ചില കല്യാണങ്ങളുണ്ട്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമും സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കല്യാണം. ഇന്റെ പെണ്ണുങ്ങളായത് അവിചാരിതമായി അല്ല, അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തതാണ്. എല്ലാ വിവാഹത്തിൻ്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ആ ചരിത്രം അറിയാതെ പോവുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റ് കൊണ്ടുപോയിടുമ്പോൾ ഇത് സുലൈഖാന്റെ ഭർത്താവാകാനുള്ള പോക്കാണ്, പുതിയാപ്പിള പോവുക എന്ന് അറിയില്ലായിരുന്നു. ഇത് പുതിയാപ്പിള പോവുകയാണെന്ന് അറിയില്ലായിരുന്നു. നമ്മളാരും പാറമ പൊട്ടി മുളച്ചോന്നല്ല. ഒരു ഭാര്യ ഭാര്യയാകുന്നതിന് പിന്നിലും ഒരു ഭർത്താവ് ഭർത്താവുന്നതിന് പിന്നിലും ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുമ്പോൾ അള്ളാഹു തആല തുടങ്ങണ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ചൊറുക്കുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാനൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് വിവാഹങ്ങളുണ്ട്. എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനെ ഏറ്റെടുത്ത് സ്വർഗത്തിൽ അവസാനിക്കുന്ന തരത്തിൽ കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിൽ എല്ലാവരും ഭാര്യയും ഭർത്താവുക, എല്ലാവരും മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക, കരം കട്ടിലുമേ. ഇവിടുത്തെ ഭംഗിയും സ്വർഗത്തിലെ ഭംഗിയും വ്യത്യാസമുണ്ട്. അത് പറയുമ്പോൾ പടച്ചോനെ സ്വർഗത്തിൽ ഞോളെ ഞാൻ സഹിക്കേണ്ടി വരുമെന്ന് കരുതണ്ട, എല്ലാം അള്ളാഹു തആല നേരാക്കി തരും, എല്ലാം ക്ലിയർ ആക്കി തരും. ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാം അള്ളാഹു തആല ക്ലിയർ ആക്കും. എല്ലാവർക്കും 33 വയസ്സാണ്. ഇന്നലെ 33, ഇന്ന് 33, നാളെ 33, എന്നും 33. ഭംഗിയില്ലാത്ത ആരുമില്ല. 300 മനുഷ്യന്മാരെ വെളുപ്പിച്ചപ്പോൾ 301ാമത്തെ ആളെ കറുപ്പിച്ചത് അള്ളാഹു തആലാന്റെ അടുത്ത് കുമ്മായം തികയായിട്ടൊന്നല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഓഫറോടുകൂടെ തിരിച്ചു തരും. എല്ലാ കാര്യങ്ങൾക്കും ഓഫറുണ്ട്, ഓഫറില്ലാത്തൊരു കാര്യമില്ല. ഓഫറോടുകൂടെ അള്ളാഹു തആല തിരിച്ചു തരും. സ്വർഗത്തിൽ ആരും കറുത്തവരില്ല, എല്ലാവരും വെളുത്തവരാണ്. 60 വയസ്സ് വരെ ഒരാൾ ജീവിക്കണമെന്നൊക്കെ. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് സയൻസ് പറയണത്. സയൻസ് പറയണതാണ്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സാലിം ബേസി 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ചാൽ നിൽക്കണ്ട. സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാൽ 8 × 8 = 16 × 24, ഒരു ദിവസത്തിൻ്റെ 1/3. 8, 16, 24 ഒരു ദിവസത്തിൻ്റെ 1/3. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 വർഷം ഉറങ്ങിയിരിക്കും. ബാക്കി 40 കൊല്ലം. 15 കൊല്ലം കുട്ടിക്കാലാണ്. ഇത് 5 ആദ്യത്തെ കൂട്ടിയിട്ടുണ്ട്, ബാക്കി 10 ഉണ്ടാവും. കൂടിയും ചേർത്താൽ 30 കൊല്ലം. 30 കൊല്ലം കഴിഞ്ഞു, ബാക്കി 30 കൊല്ലം. ഇതാണ് ഇപ്പോൾ ജീവിതം. ബാക്കിയുള്ള 30 കൊല്ലമാണ് ജീവിതം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാളത്തെ അവിടുത്തെ കലാപരിപാടികൾ. ഒന്നും ആർക്കും അള്ളാഹു തആല നഷ്ടപ്പെടുത്തൂല, എല്ലാം അള്ളാഹു തആല തരും. വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തരും. സ്വർഗത്തിലില്ല, കറുത്തവരാരും സ്വർഗത്തിലില്ല, എല്ലാവരും വെളുത്തവരാണ്. എല്ലാവരും ആസ്വദിക്കുന്ന കൂടി വരുന്ന ഭംഗിയാണ് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുക. ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഭംഗി. ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയണ ഭംഗിയാണ്. 18 വയസ്സിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുന്നു. 19 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 20 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 ആയാലും ഉണ്ടാവില്ല, 55 തീരെ ഉണ്ടാവില്ല, 60 പിന്നെ പറയണ്ട. അതെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കിടക്കാത്തേ. 60 പറയണ്ട, കുറഞ്ഞു വരും.
സ്വർഗത്തിലെ ഭംഗി കൂടി 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 വരും. അങ്ങനെയാണ് സ്വർഗത്തിൽ. ഇവിടെ ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞു വരുന്ന ഭംഗിയാണ്. കുറഞ്ഞു വരുന്ന ഭംഗിക്ക് ഹസനത്ത് എന്നാണ് പറയാ, കൂടി വരുന്ന ഭംഗിക്ക് ജമാലിയത്ത് എന്നാണ് പറയാ. സ്വർഗത്തിൽ എല്ലാവർക്കും ജമാലിയത്താണ്, കൂടി 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 ഒന്നും. ഇന്നലെ കണ്ട ആൾ ഇന്നുകൂടിയും കാണുമ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്, ആ ചന്തക്ക് പോകും ആണുങ്ങളെല്ലാവരും. പോയിട്ട് ഒന്നും വിൽക്കാനൊന്നും വാങ്ങാനൊന്നും ഉണ്ടാവില്ല, ആയിക്കൂടെ ഇങ്ങനെ നടക്കും. ഒരാളെ കണ്ടു, നമ്മൾ കോളേജിൽ പഠിച്ചിരുന്നു കണ്ടിരുന്ന സത്താറല്ലപ്പാ പോണത്, ഓൻ ഇന്നേക്കാൾ ചൊറുക്കുണ്ടല്ലോ എന്ന് തോന്നിയാൽ മതി, അപ്പോൾ അതിന് തോന്നിയവൻ അള്ളാഹുത്തല ചൊറുക്ക് കൂട്ടി കൊടുക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. ഭാര്യക്കും അതന്നെയുള്ളത്, ഭർത്താവിനും അതന്നെയുള്ളത്. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നും ആദ്യ രാത്രിയാണ്, എന്നും മണിയറയത്തെ കട്ടിലും വേണം. ദുന്യാവിലെ ഏത് മണിയറയിലാണെങ്കിലും നേരം വെളുക്കുമ്പോൾ അതിന് മുല്ലപ്പൂ വാടും, എന്നാൽ സ്വർഗത്തിലെ മുല്ലപ്പൂ വാടൂല. ഓരോ നിമിഷവും റീ അറേഞ്ച് ചെയ്യുന്നതാണ് അവിടുത്തെ മണിയറ. എന്നും ആദ്യ രാത്രിയാണ്, എന്നും മണിയറയിലാണ്. ദുന്യാവിൽ എന്താ ഭംഗി കുറണേൻ്റെ കാരണം? ദുന്യാവിൽ ഭംഗി കുറണേനൊരു കാരണമുണ്ട്. കണ്ണ തന്നെയാണ്, മൂക്ക തന്നെയാണ്, ചെവി അതന്നെയാണ്, ചൊർക്ക് മാത്രം പോയി. എന്തേ പോയത്? ഭംഗി കുറണേന് ശരീരത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഭംഗി കുറണേൻ്റെ കാരണം. വായയിലെ ഉമിനീര്, ശരീരത്തിൻ്റെ വിയർപ്പ്, മലം, മൂത്രം, ഇതൊക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഭംഗി കുറയുന്നതിൻ്റെ കാരണമാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരാൾക്ക് 4 പ്രാവശ്യം വയറ്റുന്ന പോയി നിൽക്കുക, എന്നാൽ പിന്നെ ഓനെ താങ്ങി പിടിച്ചേണ്ടി വരും. 4 പ്രാവശ്യം വയറ്റുന്ന, അപ്പോൾ ഇങ്ങനെ നിൽക്കനെങ്ങനെ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിർന്നിരുന്ന ആ സാധനം ഈ വയറ്റുന്ന് പോയ സാധനമാണെന്ന് മനസ്സിലാവണമെങ്കിൽ. ഒരാൾക്ക് 4 പ്രാവശ്യം ഛർദ്ദിച്ചു, എന്നാൽ പിന്നെ ഓന് നിൽക്കാൻ കഴിയില്ല, ആൾ വിൽക്കും, പിന്നെ ഓനെ താങ്ങി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നീച്ച് നീന്നത് ആ ഛർദ്ദിച്ച സാധനമാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവണില്ല. പൊട്ടാനീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട. ശുചായി മൊയ്തു മൗലവി. ഇപ്പൊ മനസ്സിലായോ? നമ്മളിങ്ങനെ വലിയ ആൾക്കാരായി ശുചായിയായി നടക്കണതിന് കാരണം ഈ കൊട്ട ഇവിടെ ഉണ്ട്, കാട്ടത്തിന്റെ കൊട്ട. അതാണ് സംഗതി. മൂത്രം. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ത്വരീഖത്തുൽ മുഹമ്മദിയ എന്നൊരു കിതാബുണ്ട്, അതിൽ പറയുന്നുണ്ട്, മൂത്രദ്വാരത്തിലൂടെ 1 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നവനാണ്. മൂത്രദ്വാരത്തിലൂടെ 1 വട്ടം വരുന്നുള്ളൂ, നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നിസ്സാരതയെ നീ മനസ്സിലാക്കണം. നിന്റെ അടിസ്ഥാനം നുതുഫത്ത് എന്ന് പറയുന്ന സാധനം മൂക്കട്ട പോലെയുള്ള കണ്ടാൽ വെറുക്കുന്ന ഒരു സാധനമാണ്. ആ സാധനാക്കി അള്ളാഹു തആല മാറ്റിയിട്ടുള്ളത് മനുഷ്യന്റെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഭംഗി കുറയുന്നതിന്റെ കാരണം ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോണ സാധനങ്ങളാണ്. ഭംഗി കുറയാത്ത ഒരാളുണ്ടായിരുന്നു, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. കാരണം മെൻസസ് രക്തം ഉണ്ടായിരുന്നില്ല എന്നതാണ്. മെൻസസ് രക്തം ഇല്ലാത്തവർക്ക് ഗർഭമുണ്ടാവൂല എന്നത് കുല്ലിയായ കായിക അല്ല. കുല്ലിയായ കായിക ഒന്നല്ല, ഭൂരിഭാഗം അങ്ങനെ ഇക്കാലം എന്നേ ഉള്ളൂ. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. സ്വർഗത്തില് സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല. നാളെ മഹ്ശറയിൽ ഇങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കാൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ മടിയിൽ ഒരിക്കലിങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ജിബ്രീൽ അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നബി തങ്ങളുടെ റൂഹ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. തൊട്ടടുത്ത് കിടന്നിരുന്ന വെള്ളപാത്രത്തിൽ കൈയിട്ടുകൊണ്ട് നബി തങ്ങൾ മുഖമിങ്ങനെ തടവി. പരിസരത്ത് ഒരു മിസ്വാക്കുണ്ടായിരുന്നു, ഒരാറാക്കിൻ്റെ കഷ്ണം. ഞാൻ ആ ആറാക്കിൻ്റെ കഷ്ണം എടുത്തു നോക്കുമ്പോൾ അത് ഉണങ്ങിയതാണ്, അതിൻ്റെ തലഭാഗം ചപ്പിയിട്ടില്ല. ഞാനത് എൻ്റെ വായിൽ വെച്ച് കടിച്ചിങ്ങനെ ചപ്പിച്ചു.
എന്നിട്ട് നബി തങ്ങൾക്ക് ഇങ്ങനെ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായയിൽ എൻ്റെ ഉമിനീരുണ്ടായിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് സയ്യിദത്തുന ആയിഷ 63-ാമത്തെ വയസ്സിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കോഴിക്കാലെടുത്തിട്ട് അതിങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ നബി തങ്ങൾ അതെടുത്ത് ആയിഷ ബീവിന്റെ ചുണ്ട് തട്ടി അവിടെ തന്നെ കടിച്ചു തിന്നുമായിരുന്നു. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് രാവിലെയായാൽ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകും. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ വീട്ടിൽ വന്നാൽ പാല് കറക്കാൻ പോകും. നബി തങ്ങൾ പാല് കറന്ന് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പറയും, ഇശ്റബിയ ആയിഷ, ആയിഷ കുടിക്ക്. ഞാനാ പാൽപാത്രം വാങ്ങും, ഞാനത് കുടിക്കും. നബി തങ്ങൾക്ക് തന്നെ മടക്കി കൊടുക്കും. വീണ്ടും ആ പാത്രം എനിക്ക് തരും, വീണ്ടും കുടിക്കാൻ വേണ്ടി പറയും. രണ്ടാമതും ഞാൻ കുടിക്കും, നബി തങ്ങൾക്ക് മടക്കി കൊടുക്കും, വീണ്ടും തരും. മൂന്നാമതും കുടിച്ച് ഞാൻ മടക്കി കൊടുക്കുമ്പോ ഞാൻ കൊടുത്ത പാൽപാത്രം നബി തങ്ങൾ ഒന്നിങ്ങനെ തിരിക്കും. എന്നിട്ട് എൻ്റെ ചുണ്ടെവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷ. മുഅ്മിനീങ്ങളെ, മരിക്കുന്നത് വരെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റോ? സ്വർഗത്തിൽ തുടരാം. കുടുംബജീവിതവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കുടുംബജീവിതവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന പരിശുദ്ധമായൊരു ഇബാദത്താകുന്നു ഭാര്യ ഭർത്തൃ ജീവിതം. അള്ളാഹുവിന്റെ റസൂലേ, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കളിച്ചിരുന്നാൽ അള്ളാഹു കൂലി നൽകുമോ നബിയേ? ഒരു സഹാബി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ചോറിങ്ങനെ വെച്ചു കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേർന്നാൽ അതു കാരണം തന്നെ അവരുടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിലെ ഓരോ അനക്കവും ഇബാദത്താണ്, ഓരോ ചലനവും ഇബാദത്താണ്, ഓരോ നോട്ടവും ഇബാദത്താണ്, ഓരോ തമാശയും ഇബാദത്താണ്, ഓരോ വർത്താനവും ഇബാദത്താണ്. അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം, അപ്പോഴല്ലേ കാര്യമുള്ളൂ. ഇതൊരു രസമാണ് എന്ന് തോന്നരുത്, ഇതൊരു നേരം പോക്കാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു വർത്താനുണ്ട്, പെണ്ണെട്ടിയ കാലെട്ടി, പെണ്ണെട്ടിയ കണ്ണ് കെട്ടി, പെണ്ണെട്ടിയ പിന്നെ അവൻ ആകെ ഇടങ്ങാറായി. അങ്ങനല്ല, ഇടങ്ങാറാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും പെണ്ണെട്ടാൻ പറഞ്ഞിട്ടില്ല, കഴിച്ചിലാകാനാ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പിന്നെ ഇടങ്ങാറായി എന്ന് നമുക്ക് തോന്നുന്നത്? അത് ആദ്യം തന്നെ അങ്ങനെ ഇടങ്ങാറായി എന്നൊരു സങ്കല്പമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ ആയത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സമാധാനത്തിന് വേണ്ടി കല്യാണം കഴിക്കുക എന്നാ ഖുർആൻ പറഞ്ഞില്ല, തസ്കുനു ഇലൈഹ, സമാധാനത്തിന് വേണ്ടി. സമാധാനത്തിനാണ് ഞാൻ കല്യാണം കഴിക്കണമെന്ന് മനസ്സ് തോന്നിയാൽ സമാധാനം വരും. ഇടങ്ങാറാവാനാണ് കല്യാണം എന്ന് തോന്നിയാൽ ഇടങ്ങാറേ വരുള്ളൂ. നമുക്ക് തോന്നുന്നതിനനുസരിച്ചാണ് വരല്, തോന്നുന്നതിനനുസരിച്ചാണ് വരല്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൂലി നൽകുന്നതാണ്, എല്ലാ കാര്യങ്ങളും. അത്ര പുണ്യമുള്ള ഇബാദത്ത് അല്ലെങ്കിൽ അമ്പിയാക്കൾ ചെയ്യൂല. അമ്പിയാക്കൾ ചെയ്ത പുണ്യമായ ഇബാദത്ത്, ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് വിവാഹങ്ങളുണ്ട്, ഒരുപാട് കല്യാണങ്ങളുണ്ട്. ഒരു നൂഹ് ബിന് മറിയം എന്നു പേരായിട്ട് ഒരു മുതലാളി ഉണ്ടായിരുന്നു, നൂഹ് ബിന് മറിയം. അദ്ദേഹം വലിയ തോട്ടം ഉടമയാണ്, ഒരുപാട് ഈത്തപ്പഴവും മുന്തിരി തോട്ടങ്ങളൊക്കെ ഉള്ള വലിയ തോട്ടത്തിൻ്റെ ഉടമയാണ് നൂഹ് ബിന് മറിയം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മുബാറക്ക് എന്ന പേരായ ഒരു അടിമ വന്നു.
തോട്ടത്തൊഴിലാളിയായിട്ട്, നല്ല വിശ്വസ്തനാണ്. നൂഹ് മുതലാളി മുബാറക്കിനെ തോട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ തുടങ്ങി. സമ്പൂർണമായ അധികാരം മുബാറക്കിന് കൊടുത്തു. ഒരു ദിവസം നൂഹ് മുതലാളി തോട്ടം കാണാൻ വേണ്ടി വരികയാണ്. കസാലയിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒക്കെ നടന്നു നോക്കി, വന്നിട്ട് കസാലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് മുബാറക്കിനോട്, അടിമനോട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് കഴിക്കാനാണ്, തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. മുബാറക്ക് ഇങ്ങനെ പോയിട്ട് നല്ല കാണാൻ ചുരുക്കുള്ള ഒരു പഴം കൊടുന്നെടുത്തു. ചെത്തി തിന്ന് നോക്കുമ്പോൾ ഹലാക്കിൻ്റെ പുളിയാണ്. എടാ മുബാറക്കെ, എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് നല്ലൊരു മധുരമുള്ള പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്താ ഈ പുളിയുള്ളത് കൊടുക്കുന്നത്, വേറൊന്നും കൊണ്ടുവരാറുണ്ട്. മുബാറക്ക് ഇങ്ങനെയാണ് പോയിട്ട് രണ്ടാമത്തെ ഒന്ന് കൊടുന്നെടുത്ത് നോക്കുമ്പോൾ അതും ഭയങ്കര പുളിയാണ്. മൂന്നാമത്തെ ഒന്ന് കൊടുത്തു, അപ്പം അതും പുളിയാണ്. ആ സമയത്ത് നൂഹ് മുതലാളി മുബാറക്കിനോട് ചോദിച്ചു, അല്ല മുബാറക്കെ, എത്ര കാലമായി പന്നെ ഈ തോട്ടത്തിൽ നിർത്തിയിട്ട് ഇപ്പോഴും ഇതിൽ മധുരമുള്ളത് ഏതാണ് പുളിയുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. മുബാറക്ക് പറഞ്ഞു, മുതലാളിയെ, നിങ്ങൾ എന്നെ ഈ തോട്ടം നോക്കാനാണ് ഏൽപ്പിച്ചത്, അല്ലാതെ ഇതിലത്തെ പഴത്തിൻ്റെ രുചി നോക്കാനല്ല. അള്ളാഹു ആണേ നേര്, ഈ തോട്ടത്തിലെ ഒരു പഴത്തിൻ്റെ രുചിയും എനിക്കറിയില്ല. നൂഹ് മുതലാളി പറഞ്ഞു, മുബാറക്കജിൻ്റെ ഒപ്പം പോരുകയായിരുന്നു. പെരേക്ക് കൂട്ടിക്കൊണ്ടായി, വീട്ടിൽ കൊണ്ടായി. ഭാര്യനോട് പറഞ്ഞു, സഹധർമ്മിണി, എനിക്കൊരാശയം തോന്നുന്നുണ്ട് പറഞ്ഞു, ഒരു അഭിപ്രായം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു. നമ്മളെ മോൾക്ക് നമ്മൾ കുറേ കാലമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയുള്ളൂ. തങ്ങൾ വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മളെ മോൾക്ക് നമ്മൾ കുറേ കല്യാണം അന്വേഷിച്ച് നടക്കുകയാണല്ലോ, എനിക്കൊരാശയം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു. നമ്മളെ മോളെ ഈ മുബാറക്കിനെ കൂടെ കെട്ടിച്ചാലോ, ഞാൻ അന്ന് തോട്ടത്തിൽ ചെന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ഭാര്യ പറഞ്ഞു, ഞാൻ എന്നാൽ ഓളോടൊന്നും ചോദിക്കട്ടെ പറഞ്ഞു. ബാക്കി തഴവ പറയാം, എന്നാലും എളുപ്പം, തഴവ പറഞ്ഞാൽ എളുപ്പം കിട്ടും. കുറേ വിശദീകരണം കുറക്കുക, തഴവ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും, നല്ല മനസ്സിലാവുകയും ചെയ്യും. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ട് ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നേ, അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സൂഫികളിൽ പ്രധാനിയായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കഥയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പറഞ്ഞതും കേട്ടതും സാലിഹായ മലായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.